ഹായ് ഗൈസ്, നമ്മളിത് നോക്കാൻ പോകുന്നത് ഫണ്ടിംഗ് പിപ്സ് പ്രോ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. പല ആൾക്കാരും ഇപ്പം ചൂസ് ചെയ്യുന്ന ഫണ്ടിംഗ് പിപ്സ് പ്രോ ആണ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജും ഫണ്ടിംഗ് പിപ്സിന്റെ അഡ്വാൻറ്റേജും കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗൺ സൈഡിൽ കൊടുത്തുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്കായിരിക്കും വരുന്നുണ്ടാകുക. ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടും കാര്യങ്ങൾ അവൈലബിൾ ആണ്. ആ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങൾ എങ്ങനെ ആക്സസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കാണിച്ചു തരുന്നതാണ്. ഇപ്പം നമുക്ക് ആ ഒരു വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഫണ്ടിങ് ആണ്. ഈ ഒരു അക്കൗണ്ട് എടുക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മാസ്റ്റർ അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു 3% ആയിരിക്കും നമുക്ക് ഡെയിലി ലോസ് ഉണ്ടാകുക. മാക്സിമം ലോസ് ഉണ്ടാകുക 5% ആണ്. ലിവറേജ് ഇവിടെ വളരെ കുറവാണ്, 1:50 ആണ് കിട്ടുന്നത്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് നമുക്ക് അത്യാവശ്യം ഒരു 95% ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പും അതേപോലെ 2 സ്റ്റെപ്പിന്റെ കാര്യങ്ങളെ കുറിച്ചാണ്. ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ആ ഒരു ഫണ്ടിംഗ് പിപ്സിന്റെ ആ ഒരു നോർമലി ഉള്ള അക്കൗണ്ട് തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാകുക. നമുക്കൊരു ഫസ്റ്റ് ഫേസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റുഡന്റ് ഫേസ് ഉണ്ടാവും, അതായത് ഈ വാല്യുവേഷൻ ഫേസസ് ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റർ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ലൈവ് അക്കൗണ്ടിലേക്ക് പോകാനും നമുക്ക് അവിടെ പ്രോഫിറ്റ് സ്പ്ലിറ്റും കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു 100K പർച്ചേസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഒരു 10K എടുക്കാം. 10K ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട്, 3 days ആയിരിക്കും വരുന്നുണ്ടാകുക. മാക്സിമം ഡെയിലി ലോസ് 4%, അതായത് ഒരു ദിവസം നമുക്ക് ലോസ് ചെയ്യാൻ മാക്സിമം പറ്റുന്നത് 4% ആണ്. അതേപോലെ തന്നെ മാക്സിമം ലോസ് നമുക്ക് ആ ഒരു അക്കൗണ്ടിൽ മാക്സിമം ലോസ് ചെയ്യാൻ പറ്റുന്നത് 6% ആണ്. അതായത് $600 ആണ് നമുക്ക് മാക്സിമം ആ ഒരു അക്കൗണ്ടിൽ റിസ്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതേപോലെ പ്രോഫിറ്റ് ടാർഗറ്റ് പറയലാണെന്നുണ്ടെങ്കിൽ 10% ആണ്. ഒരു $1000 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാകുക. ഇവിടെ ലിവറേജ് വളരെ കുറവാണ്, 1:50 ആണ് വരുന്നുണ്ടാകുക. ഓക്കെ, നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി. സെയിം തന്നെ ആയിരിക്കും നമുക്കിവിടെ മാസ്റ്റർ അക്കൗണ്ടിൽ പോയാൽ കാണാൻ പറ്റുന്നുണ്ടാകുക. പ്രോഫിറ്റ് സ്പ്ലിറ്റ് നോക്കുന്ന സമയത്ത് എവരി ട്യൂസ്ഡേ നമുക്ക് പേ ഔട്ടും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ 2 സ്റ്റെപ്പിലേക്ക് പോവാം. 2 സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത് 2 സ്റ്റെപ്പ് തന്നെയാണ്, അല്ലേ? അപ്പോൾ ആ ഒരു 2 സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതേപോലെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ആ ഒരു മാർജിനും കാര്യങ്ങളും ബെനിഫിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് 2 അക്കൗണ്ട്സ് കാണാൻ പറ്റുന്നുണ്ട്. നോർമലി ഉള്ളത് ഫണ്ടിംഗ് പിപ്സ് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഇവരിപ്പോൾ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് നാളായി ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ആ ഒരു ഫണ്ടിംഗ് പിപ്സ് പ്രോ ആണ് കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത്. ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു മാർജിൻ ബെനിഫിറ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് ആ ഒരു പർച്ചേസ് എമൗണ്ടും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഇപ്പോൾ ആ ഒരു അക്കൗണ്ട് നമുക്ക് 10K ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോട്ടെ 5K എടുക്കാം, ഏറ്റവും മിനിമം തന്നെ നമുക്ക് എടുക്കാം. ഒരു 5K അക്കൗണ്ട് ആണ് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ $29 മാത്രമേ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ഫണ്ടിംഗ് പിപ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ $36 നമുക്കിവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എത്രയാണ് ഡിഫറൻസ് വരുന്നത്? 5K അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് $6 നമുക്കിവിടെ എക്സ്ട്രാ വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഫണ്ടിംഗ് പിപ്സിന്റെ പ്രോന്റെ അക്കൗണ്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു മാർജിൻ ബെനിഫിറ്റ് വേണ്ടിയിട്ട്? അതാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഫണ്ടിംഗ് പിപ്സിന്റെ പ്രോന്റെ അക്കൗണ്ടിലേക്ക് പോയാൽ റിസ്ക് പാരാമീറ്റേഴ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. അതുപോലെ മിനിമം ഡേയ്സും കാര്യങ്ങളെല്ലാം നോക്കാം. മിനിമം ട്രേഡിംഗ് ഡേയ്സ് വരുന്നത് 1 day ആണ് നമുക്ക് വരുന്നത്. അതൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം നമുക്ക് ട്രേഡ് ചെയ്യണം എന്തായാലും. അതിന് ശേഷമുള്ള അക്കൗണ്ട് പാസും കാര്യങ്ങൾ ചെയ്താലാണ് ആ ഒരു അക്കൗണ്ടിലേക്ക് ആക്സസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടാകാം. ഓക്കെ, അതിനുശേഷം ഡെയിലി ലോസ് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡെയിലി ലോസ്. ഇവിടെ നമുക്കൊരു 3% ആണ് നമുക്ക് മാക്സിമം ഒരു ദിവസം ലോസ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബ്രീച്ചും കാര്യങ്ങളാകുന്നതാണ്, നമുക്ക് ആ ഒരു അക്കൗണ്ട് നഷ്ടപ്പെടുന്നതാണ്. മാക്സിമം ലോസ് എത്രയാണ്? 6% ആണ് വരുന്നത്. 6% നമ്മുടെ ഒരു അക്കൗണ്ടിന്റെ ലോസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്, ബ്രീച്ച് ആകുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് 3% ആണ് ഡെയിലി ലോസ് വരുന്നത്, മാക്സിമം 6% വരുന്നത്. പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത് നമുക്ക് $300 ആണ്, 6% ആണ് വരുന്നത്, അല്ലേ? ചെറിയൊരു പ്രോഫിറ്റ് ടാർഗറ്റ് നമുക്കിവിടെ വരുന്നുള്ളൂ. നമുക്ക് ലിവറേജ് നോക്കുന്ന സമയത്ത് 1:100 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഫേസിലാണ്. സെക്കൻഡ് ഫേസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. നമുക്ക് ലിവറേജ് 1:100 ടാർഗറ്റും അതേപോലെ ഡെയിലി ലോസും അതേപോലെ മാക്സിമം ലോസും എല്ലാം സെയിം ആണ്. മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് 3% ആണ് മാക്സിമം നമുക്ക് ഒരു ദിവസം ലോസ് ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം നമുക്ക് വരുന്നത് 6% ആണ്. ലിവറേജും കാര്യങ്ങളും 1:100 ആണ് വരുന്നത്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് വരുന്നത് 80% ആണ്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. എ ട്രേഡർ ഈസ് എലിജിബിൾ ടു റിക്വസ്റ്റ് എ റിവാർഡ് ആഫ്റ്റർ 7 calendar days. അതായത് 7 ദിവസത്തിന് ശേഷമായിരിക്കും നമ്മൾ ആ ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പേ ഔട്ടും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഫണ്ടിംഗ് പിപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് $29 കൊടുത്തിട്ട് 5K അക്കൗണ്ട് ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഫണ്ടിംഗ് പിപ്സിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിലോ എന്താണ് ഇവിടെ നമുക്ക്
മാറ്റം വരുന്നുണ്ടാകുക? നമ്മളിവിടെ ഒരു $6 എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് അല്ലേ. $36 ഒരു 5Kയുടെ അക്കൗണ്ട് ബൈ ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു മാർജിൻ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും ഫണ്ടിമിപ്സിന്റെ പ്രോ സീരീസിലേക്ക് പോകുന്നുണ്ടാവുക അല്ലേ. പക്ഷേ ഫണ്ടിമിപ്സിന്റെ ഈ ഒരു അക്കൗണ്ടാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് കഴിഞ്ഞാൽ 3 ട്രേഡിംഗ് ഡേയ്സ് വരുന്നുണ്ട്. നമുക്ക് 3 ദിവസം എന്തായാലും ട്രേഡ് ചെയ്തിരിക്കണം എന്നുള്ള ആ ഒരു റൂൾ ഇവർ വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്കിവിടെ മാക്സിമം ഡെയിലി ലോസ് നോക്കിക്കഴിഞ്ഞാൽ 5% ആണ് വരുന്നത്. ഇത് ബെറ്റർ ആയിട്ടുള്ളൊരു റിസ്കിംഗ് പെർസെൻറ്റേജ് ആണ്. അതേപോലെ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% ആണ്. എല്ലാവർക്കും കുറച്ചും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ലോസ് ആണ്. ഓവറോൾ ലോസ് 10% വെക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 10% ആണ് ഇവിടെ വരുന്നുണ്ടാകുക. ഫണ്ടിമിപ്സ് പ്രോയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 6% ആണ്. ഇവിടെ മാക്സിമം ഡെയിലി ലോസ് 5% ആണ്. ഇവിടെ വരുന്ന സമയത്ത് 3% ആണ്. ഇവിടെ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു $6 വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് ആവശ്യമില്ല. അതേപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത് ഫസ്റ്റ് ഫേസിൽ 8% ആണ്, $400 ആണ്. ഫണ്ടിമിപ്സ് പ്രോയിലേക്ക് പോകുന്ന സമയത്ത് $300 ആണ്, കുറവാണ്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ റിസ്ക് പാരാമീറ്റർ നോക്കുന്ന സമയത്ത് അത്രയും റിസ്കിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ 8% ആണ് വരുന്നത്. ലിവറേജ് 1:100 വരുന്നുണ്ട്. ഇനി സെക്കൻഡ് ഫേസിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം തന്നെയാണ്. 3 ഡേ നമ്മൾ എന്തായാലും ട്രേഡ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ മാക്സിമം ഡെയിലി ലോസ് എത്രയാണ് വരുന്നത്? 5% ആണ് വരുന്നത്. മാക്സിമം ലോസോ 10%, സെയിം തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 5% ആണ്, കുറച്ചും കൂടി കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. $250 ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫണ്ടിമിപ്സ് പ്രോയിലേക്ക് വരുന്ന സമയത്ത് സെയിം ടാർഗറ്റ് തന്നെയാണ് സെക്കൻഡ് ഫേസിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 6% ആണ്, $300 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതൊരു ബെനിഫിറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ലിവറേജും കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡെയിലി ലോസിന്റെ 5% ആയിട്ടുണ്ട്, മാക്സിമം 10% ആയിട്ട്. ലിവറേജ് 1:100 ആണ്. ഇവിടെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഫ്ലെക്സിബിൾ എന്ന് കാണിക്കുന്നുണ്ട്. എ ട്രേഡർ ഈസ് എലിജിബിൾ റിക്വസ്റ്റ് റിവാർഡ് ബേസ്ഡ് ഓൺ എ പെർഫോമഡ് റിവാർഡ് സൈക്കിൾ. ട്യൂസ്ഡേ പേയബിൾ ബി വീക്ക്ലി ഓർ മന്ത്ലി. പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഈസ് 100% വൺസ് ട്രേഡർ ഏൺ എ ഹോട്ട് സീറ്റ് ഇൻ യുവർ ഫേം. അതൊരു 30 ഡേ സൈക്കിൾ. ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് FAQലേക്ക് പോയിട്ടാകുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഒരു ഡിസ്കഷൻ ആണ് ഇവിടെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ട്രേഡിംഗ് റൂൾസിൻ്റെ നമുക്ക് ന്യൂസിൻ്റെ എല്ലാ റൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് വീഡിയോ ആണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ടിമിപ്സിൻ്റെയും ഫണ്ടിമിപ്സ് പ്രോവിൻ്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടി മാർജിൻ ബേസ് അല്ലാതെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഫണ്ടിമിപ്സിൻ്റെ അക്കൗണ്ട് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഫണ്ടിമിപ്സ് പ്രോ കുറച്ചും കൂടി നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആണ് പെർസെൻറ്റേജ് വൈസ് റിസ്ക് നോക്കുന്ന സമയത്ത്. നമുക്ക് എപ്പോഴും നമ്മുടെ റിസ്ക് പാരാമീറ്റർ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അത് നോക്കുന്ന സമയത്ത് ആ ഒരു $6 വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു 5Kയുടെ അക്കൗണ്ട് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത്രയും പെർസെൻറ്റേജ് റിസ്ക് നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 100Kയുടെ എല്ലാം ബൈ ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് $359 ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. സെയിം റിസ്ക്കും കാര്യങ്ങളെല്ലാം വരുന്നത്. 3%, 6%, പ്രോഫിറ്റ് ടാർഗറ്റ് 6%, സെയിം തന്നെയാണ് സെക്കൻഡ് ഫേസിലെല്ലാം വരുന്നത്. പക്ഷേ ഫണ്ടിമിപ്സിൽ 100Kയുടെ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് $450 ആണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്കിവിടെ അക്കൗണ്ട് ടൈപ്പും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലേ. ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ ഒരു സെലക്ട് കൺട്രി ചെയ്യണം. നമ്മൾ ഇന്ത്യയിലാണെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏതാണ് ഫണ്ട് വേണ്ടത്, ഐ മീൻ ഏത് അക്കൗണ്ട് ടൈപ്പ് ആണ് വേണ്ടത് ഇവിടെ ചോദിക്കുന്നത്. ഇൻസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മാസ്റ്റർ അക്കൗണ്ട് ആക്സസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡിംഗ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. 1 സ്റ്റെപ്പ് ഉണ്ട്, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. 2 സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ 2 ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ഫണ്ടിമിപ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. താല്പര്യമില്ലാത്തവർക്ക് ഫണ്ടിമിപ്സ് പ്രോയിലേക്ക് ആ ഒരു കോസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, കുറച്ചും കൂടി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫണ്ടിമിപ്സ് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ആ ഒരു പെർസെൻറ്റേജും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ട്രേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഫണ്ടിമിപ്സിൻ്റെ ഈ ഒരു ഫസ്റ്റ് പഴയ ഒരു അക്കൗണ്ട് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. നമുക്ക് ഫണ്ടിമിപ്സ് ഈ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ 3 പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സീ ട്രേഡർ ആണ് മാച്ച് ട്രേഡറിനെക്കാട്ടും. അതേപോലെ തന്നെ നമുക്ക് മെറ്റാ 5 ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയായിരിക്കും. മെറ്റാ 5 നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ട്രേഡിംഗ് കാര്യങ്ങൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാച്ച് ട്രേഡറും ഈസിയാണ്, സീ ട്രേഡർ ഈസിയാണ്. കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി പെർഫോമഡ് ചെയ്യാൻ പറ്റുന്നത് മെറ്റാ ട്രേഡർ 5 യൂസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ 5Kയുടെ ഒരു അക്കൗണ്ട് എടുക്കുന്നുണ്ട് എങ്കിൽ നമുക്കിവിടെ പർച്ചേസും കാര്യങ്ങളും അതേപോലെ കൂപ്പൺ കോഡും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നതാണ്. ഞാൻ ഡൗൺ സൈഡിൽ കൊടുത്തുള്ള ലിങ്ക് വെച്ച് കയറുന്ന സമയത്തുള്ള ബെനിഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 50,000 അക്കൗണ്ട് കയറലാണെന്നുണ്ടെങ്കിൽ 50Kയുടെ അക്കൗണ്ട് ആണ് നമ്മൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണിക്കും റെഡീം നൗ എന്ന് പറഞ്ഞിട്ടുള്ള. ഈ ഒരു റെഡീം നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഡ് നിങ്ങൾക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അവിടെ നമുക്ക് ഈ ഒരു കോസ്റ്റും കാര്യങ്ങളും ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ
കണ്ടോ $13 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ബൈ ചെയ്യുന്ന സമയത്ത് ഈ കൂപ്പൺ കോഡോ കാര്യങ്ങളോ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ $266 കൊടുക്കേണ്ടതാണ്. ഈ $13 നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ പർച്ചേസ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ ഒരു പർച്ചേസും കാര്യങ്ങളും ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതേപോലെ ഇതിൻ്റെ കൂടുതലായിട്ട് ഹിഡൻ റൂൾസിനെ കുറിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഫണ്ട് വിപ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഏതാണ് അക്കൗണ്ട് ചൂസ് ചെയ്യേണ്ടത്, എന്താണ് ഡിഫറൻസ് ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.